അതുകൊണ്ട് നാം എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് തവക്കുലാക്കണം. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണവിശേഷമാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കണം, അതിന് തവക്കുൽ എന്നാണ് ഇതിന് അറബിയിൽ പറയുന്നത്. എന്തേ? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിൽ അറബിയിൽ പറയുന്ന നാമമാണ് എന്ത്? തവക്കുൽ എന്ന് പറയുന്ന നാമം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശമായ വിശ്വാസത്തിന്റെ അതിപ്രധാനമായ ഒരു ആശയമാണ് തവക്കുൽ എന്ന് നാം മനസ്സിലാക്കുക. ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവന് ജീവിക്കുക എന്നത് സാധ്യമല്ല. കാരണം അത് അള്ളാഹുവുമായുള്ള ബന്ധത്തിന്റെ താക്കോലാണ് തവക്കുൽ എന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സത്യവിശ്വാസികളോട് ആഗമനമുള്ള അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ കൽപ്പന എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? നാം മനസ്സിലാക്കണം. വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, കേട്ടോളിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. ഏ മുസ്ലിമേ, നീ സത്യവിശ്വാസിയാണെങ്കിൽ വഅലല്ലാഹി ഫതവക്കലൂ, നീ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിലേക്കുണ്ടല്ലോ നിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നീ ഭരമേൽപ്പിക്കുക എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. സത്യവിശ്വാസികളോട് ആഗമനം അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ. എന്ത്? അവർ എല്ലാ കാര്യവും അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുക എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ. നാം മനസ്സിലാക്കുക, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലെ എന്ത് കാര്യങ്ങളുണ്ടായാലും അവൻ അവന്റെ റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുന്നവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മാത്രമല്ല, ഇത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളവും കൂടിയാണെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യന് തവക്കുലില്ലാതെ അവന് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, അവന്റെ മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ, അവന്റെ ഉപജീവനത്തിന്റെ ഒക്കെ വിഷയത്തില് ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും തവക്കുലില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കാരണം അതാണ് പറഞ്ഞത്, തവക്കുൽ എന്നത് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു താക്കോലാണെന്ന്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തവക്കുലിനെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഭാഗങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കേട്ടോളിൻ. വിശുദ്ധമായ ഖുർആൻ തവക്കുലിനെ കുറിച്ച് പറഞ്ഞത് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കേട്ടോളിൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്
തീർച്ചയായും മുഅ്മിനീങ്ങൾ ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, ഇദാ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലതു ഖുലൂബുഹും, അവരുടെ ഹൃദയാന്തരങ്ങളിൽ പേടി ഉണ്ടാകുകയും അവരുടെ ഹൃദയങ്ങളിലുണ്ടല്ലോ അല്ലാഹുവിനോടുള്ള ഭയമുണ്ടാകുകയും ആ ഭയം നടുങ്ങുകയും വഇദാ സുലിയത് അലൈഹിം ആയാതുഹു, അവന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചു കേൾപ്പിച്ചാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, സാദതുഹും ഈമാനാ, അവരുടെ ഈമാനുണ്ടല്ലോ, അവരുടെ വിശ്വാസമുണ്ടല്ലോ, അതിങ്ങനെ അധികരിക്കുന്നതാണ്. വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് പറഞ്ഞത് എന്താണെന്നറിയുമോ? വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ റബ്ബിന്റെ മേൽ അവർ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കുന്നവരാണ് മുഅ്മിനീങ്ങളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, മുഅ്മിനീങ്ങൾ ആരാണ്? അവർ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചാൽ അവരുടെ ഹൃദയങ്ങളിലുണ്ടല്ലോ ഭയമുണ്ടാവുകയും അതിലുണ്ടല്ലോ വിശ്വാസം, അവരുടെ വിശ്വാസം വർദ്ധിക്കുകയും അവരെല്ലാ കാര്യങ്ങളും അവര് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം, തീർന്നില്ല. പിന്നെയും വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് തവക്കുലിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. കേട്ടോളിൻ, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദുഹു വകീലാ. ഉദയസ്ഥാനത്തിന്റെയും അസ്തമാനത്തിന്റെയും റബ്ബായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ല. അതുകൊണ്ട് ഫത്തഖിദുഹു വകീലാ, ആ റബ്ബിനോട് നിങ്ങൾ ഭരമേൽപ്പിക്കുക, ആ റബ്ബിനോട് നിങ്ങൾ ഭരമേൽപ്പിക്കുക എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഉദയസ്ഥാനത്തിന്റെയും അസ്തമാന സ്ഥാനത്തിന്റെയും റബ്ബായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ്, അവനല്ലാതെ ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ല. അതുകൊണ്ട് ഫത്തഖിദുഹു വകീല, ആ റബ്ബിനോട് നിങ്ങൾ ഭരമേൽപ്പിക്കുക എന്ന് വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല, പിന്നെയും അവിടുന്ന് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് തവക്കുലിനെ കുറിച്ച് പറയുകയാ, ഖുൽ ഹസ്ബിയല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്തിലൂടെ അല്ലാഹ് പറയുകയാ, പ്രിയപ്പെട്ടവരെ, ഖുൽ നബിയെ, അങ്ങയുടെ ഉമ്മത്തിങ്ങളോട് പറയൂ നബിയെ, ഹസ്ബിയല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഹസ്ബിയല്ലാഹു അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. എനിക്ക് അല്ലാഹു മതിയായവനാ, അതുകൊണ്ട് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവരെയൊക്കെയും അവനിൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ.
അല്ലാഹു മതിയായവനാണെന്ന് പറയൂ നബി അങ്ങയുടെ ഉമ്മത്തിങ്ങളോട്. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർക്കൊക്കെയും അവൻ മതിയായവനാണ്. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. ഹസ്ബി അല്ലാഹ്, അതിന് അല്ലാഹു മതിയായവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തീർന്നില്ല, പിന്നെയും അവിടുന്ന് മറ്റൊരു ഭാഗത്തിലൂടെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തവക്കുലിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ? പരിചയപ്പെടുത്തുകയാ പ്രിയമുള്ളവരെ, മനസ്സിലാക്കണം. وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, മരണമില്ലാതെ ജീവിക്കുന്നവനിൽ കാര്യങ്ങൾ നിങ്ങൾ ഭരമേൽപ്പിക്കുക. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, മരണമില്ലാത്ത ജീവിച്ചിരിക്കുന്നവനിലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഭരമേൽപ്പിക്കുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ എന്റെ പ്രിയമുള്ളവരെ നബിതങ്ങളോട്, തങ്ങളുടെ ഉമ്മത്തികളോട് പറയാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് കൽപ്പിക്കുകയാ. തീർന്നില്ല, പിന്നെയും അല്ലാഹു പറയുകയാ, വസബ്ബിഹ് ബിഹംദിഹി, അതിനാൽ തസ്ബീഹുകളും ഹംദുകളും ചെയ്യുന്നതോടൊപ്പം അവനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുക എന്ന് പറയൂ നബിയേ. വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ, തന്റെ സൃഷ്ടികളുടെ മുഴുവൻ പാപങ്ങളെ പറ്റിയും സൂക്ഷ്മമായി അറിയുന്ന റബ്ബ് തന്നെ മതി ഭരമേൽപ്പിക്കാൻ എന്ന് പറയൂ നബിയേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. എന്തേ? അല്ലാഹു ജീവൻ മരണമില്ലാത്ത റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ്, എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ്, ആ പടച്ച റബ്ബിലേക്ക് നിങ്ങൾ തസ്ബീഹുകളും ഹംദുകളും ചെയ്യുന്നതോടൊപ്പം അവനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. കാരണം എന്തേ? സൃഷ്ടികളുടെ എല്ലാ പാപത്തെക്കുറിച്ചും മുഴുവനും അതിനെക്കുറിച്ച് അറിയാവുന്ന റബ്ബ് തന്നെ മതി നമുക്ക് ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയൂ നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നബിതങ്ങളോട് പറയുകയാ. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. ഇങ്ങനെ പല വിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുലിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നാം നമ്മുടെ റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുക. എന്തിനേറെ പറയണം മുഅ്മിനീങ്ങളെ, മഹാന്മാരായ പ്രവാചകന്മാര് പോലും അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസ ദുഃഖത്തിന്റെ രംഗത്തും സന്ദർഭത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരായിരുന്നു. കേട്ടോളിൻ, എല്ലാ പ്രവാചകന്മാര് പോലും എന്തേ അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലുമെല്ലാം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായിരുന്നു അവര്. കേട്ടോളിൻ, അതിനുള്ള തെളിവുകൾ കേട്ടോ പ്രിയപ്പെട്ടവരെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന വഴിയിലൂടെ ശത്രുതയുണ്ടായപ്പോ മഹാനായ നൂഹ് നബി അലൈഹി വസലാം ഉണ്ടല്ലോ, അവിടുന്ന് എത്രയോ വർഷം ദീനീ പ്രബോധനം നടത്തുകയാ. ധിക്കാരികളായ മനുഷ്യന്മാരല്ലാതെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിൽ ഉണ്ടായില്ല. വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നൂഹ് നബി അലൈഹി സലാമിന്റെ ജനതകൾക്ക് അല്ലാഹു വലിയ
വലിയൊരു അദാബ് നൽകുകയാ. അങ്ങനെയുണ്ടല്ലോ, അദാബിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മുഅ്മിനീങ്ങളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. എന്തിന്റെ പേരിലാണ് സംരക്ഷിച്ചതെന്നറിയുമോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ, അല്ലാഹുവിനോട് പരമേൽപ്പിച്ചതിന്റെ കാരണത്താലാണ് ആ ജലപ്രളയത്തിൽ നിന്ന് മുഅ്മിനീങ്ങളെയും മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു സംരക്ഷിച്ചതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. തീർന്നില്ല പ്രിയമുള്ളവരെ, പിന്നെയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന വഴിയിലൂടെ ശത്രുതയുണ്ടായപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉണ്ടല്ലോ, അവിടുന്നുണ്ടല്ലോ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോയപ്പോ പരിശുദ്ധമായ ദീൻ പറഞ്ഞതിന്റെ പേരില്, പരിശുദ്ധമായ ദീനെ പ്രബോധനം നടത്തിയതിന്റെ പേരില് തന്റെ ഉപ്പ പോലും എന്റെ പ്രിയമുള്ളവരെയാ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാന് അവിടുന്ന് കൂട്ടു നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഹൃദയമുണ്ടല്ലോ പറിച്ചെടുക്കുന്ന വേദനയല്ലേ. പിതാവ് പോലും എന്റെ പ്രിയപ്പെട്ടവരെ എതിരായി നിൽക്കുമ്പോ അങ്ങനെ പോലും എല്ലാവരും കൈയൊഴിഞ്ഞ സന്ദർഭത്തിലുണ്ടല്ലോ, എത്രയോ കിലോമീറ്ററുകൾ ഉണ്ടല്ലോ പറന്നു പോകുന്ന പക്ഷികൾ പോലും നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന്റെ ചൂട് കാരണത്താല് അതാ ചത്തുപോകുന്നൊരവസ്ഥയാണ്. അത്ര കഠിന ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്കാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് രക്ഷയുമായ മാലാഖമാര് കടന്നു വന്നപ്പോ അവിടുന്ന് മാലാഖമാര് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാ, ഏ നബിയേ, അല്ലാഹ് പറഞ്ഞതായി ഞങ്ങൾ വന്നതാ, അല്ലാഹ് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് നബിയേ, എന്തെങ്കിലും സഹായം വേണോ നബിയേ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാണ്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്കെന്റെ റബ്ബ് മാത്രം മതി, എന്നെ എന്റെ റബ്ബ് രക്ഷിച്ചോളുമെന്ന് പറഞ്ഞ ആ വിശ്വാസത്തിലൂടെ അല്ലാഹുവിൽ പരമേൽപ്പിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തിയില്ലയോ, കുല്ലിയാനാറു ഖൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഏതീ ഖൂനി നീയായി തീരേടമേ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേലെ രക്ഷയും തണുപ്പുമായി നീയായി തീരേണമേ എന്ന് പറയുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് വീണപ്പോഴും തന്റെ രോമത്തിന് പോലും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇതാണ് പ്രിയപ്പെട്ടവരെ തവക്കുല് ചെയ്താലുള്ള ഗുണം. പ്രവാചകന്മാര് പോലും അവരുടെ ജീവിതത്തിലുണ്ടല്ലോ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് നൽകി, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ഒരിക്കൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചറപ്പ് പരീക്ഷിക്കുകയാണ്. ഒരു മാരകമായ രോഗം അല്ലാഹു നൽകുകയാ. കൂടെയുണ്ടായിരുന്ന ഭാര്യമാരെല്ലാം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കൈയൊഴിയുകയാ. അവസാനം റഹ്മ എന്ന് പറയുന്ന ഒരു ഭാര്യ മാത്രമേ
മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ആ നാട് കടത്തിയ സന്ദർഭം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോ ആ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കിയില്ലയോ? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന വഴിയിലൂടെ ശത്രുതയുണ്ടായില്ലയോ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് ശത്രുതയുണ്ടായില്ലയോ? ഫിർഔനിന്റെയും ചെങ്കടലിന്റെയും മുമ്പിൽ നിൽക്കുന്ന സന്ദർഭത്തില് അവിടുത്തെ വിശ്വാസികൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ച സന്ദർഭം വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നില്ലയോ? ഈ മൂസാ നബിയെ ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് തന്റെ അനുയായികളോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു അവിടുത്തെ ജനങ്ങളെ രക്ഷിച്ചില്ലയോ? മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിന്റെയും അവന്റെ അനുയായികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചില്ലയോ? ഇവിടെയും തവക്കുലാണ് പ്രിയമുള്ളവരെ. പിന്നെയും എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിലാക്കണേ, സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ കാര്യത്തിൽ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചില്ലയോ? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന വഴിയിലൂടെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായപ്പോ അവര് കൊന്നുകളയുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അല്ലാഹുവിന്റെ പ്രവാചകരും അവിടുന്ന് സൗറന്ന ഗുഹയിൽ ഒളിച്ചപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, ഏ നബിയേ, അവര് നമ്മെ കൊന്നുകളയില്ലേ നബിയേ എന്ന് ചോദിക്കുമ്പോ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറേ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോ അവിടുന്ന് രക്ഷപ്പെടുത്തിയില്ലേ? പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ, പ്രവാചകന്മാര് പോലും അവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളുടെ വേളകളിലെല്ലാം ജീവിതം മുഴുവനും അവരുടെ ജീവിതം മുഴുവനും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചവരായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാമും അതുപോലെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായി മാറണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോൾ അല്ലാഹു അവരെയെല്ലാം എല്ലാ ദുഃഖത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അല്ലാഹു സംരക്ഷിച്ചില്ലേ? നാം മനസ്സിലാക്കണം, ഇങ്ങനെ നബിമാർ പോലും ജീവിതത്തിൽ പല സന്ദർഭത്തിലും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചവരായിരുന്നു. അതുകൊണ്ട് നാമും ജീവിതത്തിൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായി മാറുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നാം ജീവിതത്തിൽ ഉടനീളം അല്ലാഹുവിൽ തവക്കുൽ, അതായത് ഭരമേൽപ്പിക്കുക, ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കും, അവർക്ക് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ജീവിതത്തിൽ ഒരു മനുഷ്യൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. കേട്ടോളിൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക, അള്ളാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിച്ച് ജീവിച്ചാൽ 8 പ്രതിഫലങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകും. പറഞ്ഞു തരട്ടെ, കേട്ടോളേൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന 8 പ്രതിഫലങ്ങളിലെ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ?
അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മനുഷ്യനുണ്ടല്ലോ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന് ലഭിക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അവൻ അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ, ഭരമേൽപ്പിച്ച് ജീവിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ അവന് സാധിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അള്ളാഹുവിൽ വിശ്വാസവും തൃപ്തിയും ഉള്ളത് കൊണ്ടാണല്ലോ അവൻ അള്ളാഹുവിൽ തവക്കൽ ചെയ്തത്. അതുകൊണ്ട് അള്ളാഹു അവൻ ഇഷ്ടപ്പെടും, തൃപ്തിപ്പെടും. അള്ളാഹു ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര വലിയ സൗഭാഗ്യമാണ് അവന് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം പലയിടത്തും കേട്ടിട്ടുണ്ട് അല്ലേ ഹദീസ്. നാം മനസ്സിലാക്കണം. ആകാശ ലോകത്തിൽ നിന്ന് അള്ളാഹു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയുമേ, ജിബ്രീൽ, ഞാൻ ഇന്ന നാട്ടിലെ ഇന്നയാളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണമെന്ന് പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം മാലാഖമാരുടെ കൂട്ടത്തിലേക്ക് വന്നിട്ട് പറയും, ഇന്ന നാട്ടിലെ ഇന്നയാളെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും അവനെ ഇഷ്ടപ്പെടണമെന്ന് പറയുമ്പോ ഖിയാമത്ത് നാൾ വരെയും മലക്കുകൾ അവന് വേണ്ടി മഗ്ഫിറത്ത് അള്ളാഹുവിനോട് ചോദിക്കുകയും അവന് ധാരാളമായി മലക്കുകൾ പോലും അവനെ ഇഷ്ടപ്പെടുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ജീവിതത്തിൽ തവക്കുൽ, എപ്പോഴും അള്ളാഹുവിൽ നാം ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക. എല്ലാ കാര്യങ്ങളും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി രണ്ടാമത്തെ പ്രതിഫലം കേട്ടോളിൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന 8 പ്രതിഫലങ്ങളിലെ രണ്ടാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അവന്റെ ജീവിതത്തിലുണ്ടല്ലോ അല്ലാഹു അവന് സമാധാനം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ കാരണം എന്താണെന്നറിയുമോ? പ്രിയമുള്ളവരെ, ഒന്ന് മനസ്സിലാക്കണേ. അവന്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും മേൽ അവൻ അല്ലാഹു മതിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവന്റെ ജീവിതത്തിലുണ്ടല്ലോ അവന് സമാധാനം ലഭിക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. മൂന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ശപിക്കപ്പെട്ടവനായ പിശാചുണ്ടല്ലോ അവന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ അവനെ ഉണ്ടല്ലോ സംരക്ഷിക്കുന്നതാണ്. അവന് രക്ഷ ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്നും അല്ലാഹു അവനെ സംരക്ഷിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അവന്റെ ചതിക്കുഴികളിൽ നിന്നെല്ലാം അല്ലാഹു അവനെ രക്ഷിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക. ശൈത്വാനിന്റെ ചതികൾ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ? മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും അവൻ വരും നമ്മുടെ ഈമാൻ തെറ്റിക്കാൻ. എങ്ങനെയാന്ന് പറഞ്ഞു തരട്ടെ, കേട്ടോളീൻ. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ,
ഒരു മനുഷ്യനുണ്ടല്ലോ മരണസന്നിധിയിൽ കിടക്കുന്ന സമയത്ത് അതാ പ്രിയമുള്ളവരെ അവന്റെ റൂഹ് പിടിക്കാൻ അസ്റായിൽ കടന്നു വരുന്ന സന്ദർഭമുണ്ടല്ലോ. ആ സമയത്തുണ്ടല്ലോ ആ മനുഷ്യന്റെ ഈമാൻ നശിപ്പിക്കുന്നതിന് വേണ്ടിയുണ്ടല്ലോ ഇബ്ലീസ് ചതിപ്രയോഗം പ്രയോഗിക്കുന്നതാണ്. എങ്ങനെയാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവന്റെ മരണപ്പെട്ടു പോയ അവന്റെ പ്രിയപ്പെട്ടവരുടെ രൂപങ്ങളിലേക്ക് ഇബ്ലീസ് കടന്നു വരുന്നതാ. മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മയുടെ രൂപത്തില്, മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പയുടെ രൂപത്തില്, നമ്മുടെ ഭാര്യയുടെ രൂപത്തില്, മക്കളുടെ രൂപത്തില് എല്ലാം അവൻ കടന്നു വരുന്നതാ. എന്നിട്ടുണ്ടല്ലോ അവൻ പറയുമത്രേ, എന്റെ പൊന്നുമോനല്ലേടാ, നീ എന്റെ മോനല്ലേടാ, നീ മനസ്സിലാക്കടാ, നമ്മൾ വിശ്വസിച്ചിരുന്ന ഈ മതമുണ്ടല്ലോ യഥാർത്ഥ മതമല്ലടോ, നമ്മൾ തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്, നീ ഇതിൽ നിന്ന് പിന്മാറണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈമാൻ തെറ്റിക്കാൻ അവസാന സന്ദർഭത്തിൽ പോലും അവൻ പരിശ്രമിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ അവന്റെ ചതിക്കുഴിയിൽ നിന്ന് രക്ഷ വേണോ മുസ്ലിമേ? ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തില് എല്ലാ സമയത്തുമുണ്ടല്ലോ അല്ലാഹുവിൽ നീ ഭരമേൽപ്പിച്ചോ. അല്ലാഹുവിൽ നീ ഭരമേൽപ്പിച്ചാൽ അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അവന്റെ ശത്രുതയിൽ നിന്ന് അള്ളാഹു നമ്മെ, അവന്റെ ചതിക്കുഴിയിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. ഇനി നാലാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നല്ല ഉപജീവനം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഉപജീവനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുന്നതാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ഒരു 100 രൂപയാണ് നീ രാവിലെ മുതൽ വൈകുന്നേരം വരെയും കഷ്ടപ്പെട്ടപ്പോൾ നിനക്ക് കിട്ടിയതെങ്കിൽ ആ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് നിന്റെ ഉപജീവനത്തിന് വേണ്ടി നീ പോയതെങ്കിൽ ആ 100 രൂപയിലുണ്ടല്ലോ അല്ലാഹു ബർക്കത്ത് ചെയ്താല് നിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ആ 100 രൂപ മതിയടോ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി അഞ്ചാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് നിനക്ക് നൽകുന്നതാ. കടം കൊണ്ട്, മക്കളെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുമ്പോ അല്ലാഹുവിൽ വിശ്വാസത്തോടെ നീ ഭരമേൽപ്പിച്ചാൽ ആ പരീക്ഷണത്തിൽ നിനക്ക് സാന്ത്വനം ലഭിക്കുന്നതാ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ അല്ലാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിൽ ഭരമേൽപ്പിച്ചാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് നിനക്ക് നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ ആറാമതായി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? അതാ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് തവക്കുൽ ചെയ്തുകൊണ്ട് നീ ജീവിച്ചാൽ ആറാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ സഹായമുണ്ടല്ലോ അവന്റെ ജീവിതത്തിൽ എപ്പോഴും ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സഹായം അവനിൽ എപ്പോഴും ഉണ്ടാകും.
ഒരു വിശ്വാസത്തോടെ റബ്ബിൽ ഭരമേൽപ്പിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നിന്നിൽ ഉണ്ടാകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു യാത്ര പോവുകയാണ്, ചെറിയ കാര്യത്തിൽ പോലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. എങ്ങനെ? ഒരു ചെരുപ്പിന്റെ വള്ളി വാറ് പൊട്ടിപ്പോയി കഴിഞ്ഞാലും അവിടെയും നീ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു നിന്നെ സഹായിക്കും. എങ്ങനെ? ഒരു യാത്ര പോകുമ്പോൾ ഒരു യാത്ര ചെയ്യുന്ന വാഹനം വരാൻ താമസിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാലും അവിടെയും അല്ലാഹുവിന്റെ സഹായം നിന്നിൽ ഉണ്ടാകും. അല്ലാഹുവിൽ വിശ്വാസത്തോടുകൂടി നീ ഭരമേൽപ്പിച്ചാൽ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഏഴാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞതെന്താണെന്നറിയുമോ? ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നീ ജീവിച്ചാൽ അവന് നൽകുന്ന ഏഴാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം അല്ലാഹു അവന് നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ. എട്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, വിചാരണ എട്ടാമത് അല്ലാഹു അവന് നൽകുന്ന പ്രതിഫലമുണ്ടല്ലോ, നാളെ മഹ്ശറാവൻ സഭയിലുണ്ടല്ലോ, എല്ലാവരും വിറങ്ങലിച്ച് നൽകുന്ന സന്ദർഭത്തിലുണ്ടല്ലോ, വിചാരണ കൂടാതെ നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു അനുമതി നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നാം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നടക്കുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഈ ഭരമേൽപ്പിക്കുമ്പോൾ അല്ലാഹുവിൽ വിശ്വാസത്തോടു കൂടി നാം ഭരമേൽപ്പിക്കുക. ചില ആളുകളുണ്ട് എങ്ങനെ മണ്ടത്തരങ്ങൾ ജീവിതത്തിൽ കാണിച്ചിട്ട് തവക്കുലാക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, അത് അള്ളാനെ കളിയാക്കുന്നത് പോലെയാണ്. വീട് തുറന്നിട്ടിട്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാല് അത് അള്ളാനെ കളിയാക്കുന്നത് പോലെ. വീടിന്റെ വാതില് അടച്ചിട്ടിട്ട് നീ എന്ത് ചെയ്യണം? തവക്കൽതു അലല്ലാഹ് എന്ന് പറയണം. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യന് ഉപദേശം കൊടുത്തത് എന്തേ? നീ ഒട്ടകത്തെ മരുഭൂമിയിൽ കെട്ടിയിട്ടിട്ട് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക, അഴിച്ചു വിട്ടിട്ട് നീ ഭരമേൽപ്പിക്കരുത്. അത് അല്ലാഹുവിനെ കളിയാക്കുന്നതിന് തുല്യമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പിന്നെ നമ്മൾ ഭരമേൽപ്പിക്കുമ്പോൾ അതിൽ അല്ലാഹുവിൽ അടിയുറച്ചുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.